താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. നമ്മൾ പരിശുദ്ധ നോയമ്പിന്റെ മൂന്നാമത്തെ തിങ്കളാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ തിങ്കളാഴ്ചയുടെ വൈകുന്നേരത്തെ പ്രുമിയോൻ സദറയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ തിങ്കളാഴ്ചയിലെ തിരുവെഴുത്തിന്റെ ധ്യാനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ആണ് ആദ്യത്തെ വായനാ ഭാഗം. 20 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ചില ദിവസങ്ങളിൽ ഈ വായനാ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യം കാരണം നിങ്ങൾക്ക് അത് വായിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ പാറ്റേണിൽ വായിച്ച് ധ്യാനിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഞാൻ ചെന്ന് ഒരു സെക്കൻഡ്. ഓക്കെ. അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് എന്ന് പറഞ്ഞു, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിൽ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കൊണ്ട് ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കൊല്ലുകയില്ല. സർവ്വഭൂമിക്ക് ന്യായാധിപതി ആയവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സൊദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്നരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന്, ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. അതിനവൻ പിന്നെയും, ഞാൻ സംസാരിക്കുന്ന കർത്താവെ കോപിക്കരുതേ, പക്ഷേ 30 പേരെ അവിടെ കണ്ടാലോ? ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷെ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന്, ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടെ സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. നമുക്കറിയാം, സൊദോം ഗൊമോറയെ തീ ഇറങ്ങി വരുന്ന വലിയ ഒരു ന്യായവിധിക്ക് മുമ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് അബ്രഹാമും ദൈവവും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾ വായിക്കുക, അബ്രഹാമും ദൈവവുമായിട്ടുള്ള സംസാരം. ഇപ്പൊ സോദോമിന്റെ പാപം അതികഠിനവും അവരുടെ നിലവിളി വലിയതുമാണ്. സോദോമിനെ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ആ ധാരണ അതാണ്. പക്ഷെ അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, അവിടെ ഒരു 50 പേരുണ്ടെങ്കിലോ? അപ്പൊ ദൈവം പറയാണ്, ഞാൻ നശിപ്പിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ ഹാർട്ട് മനസ്സിലാക്കേണ്ടത്. ഈ 50 പേര് സോദോമിലുള്ളത് കൊണ്ടാണോ ദൈവം സോദോം നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നത്? അതോ അബ്രഹാം ചോദിച്ചത് കൊണ്ടാണോ? നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുക. ബിക്കോസ് ഓഫ് Abraham or because of those 50 people, ആ 50 പേര്
നിമിത്തമാണോ? ഇപ്പൊ അബ്രഹാം പറയാം 45 ദൈവം പറഞ്ഞു ഓക്കെ. അപ്പൊ അബ്രഹാം ചോദിക്കും 40 അപ്പൊ ദൈവം പറയും ഓക്കെ. അപ്പൊ അബ്രഹാം ചോദിക്കും 30 അപ്പോൾ ദൈവം പറയും ഓക്കെ. അപ്പൊ അബ്രഹാം ചോദിക്കും 20 അപ്പോഴും ദൈവം പറയും ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞ പ്രസ്താവന 50 പേർ നിമിത്തമാണോ അബ്രഹാം നിമിത്തമാണോ? അപ്പൊ 50 പേർ നിമിത്തമല്ല, അബ്രഹാമിന്റെ പ്ലീഡിങ് നിമിത്തമാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ 50 പേരുള്ളത് കൊണ്ടല്ല, അബ്രഹാം പ്ലീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 20 വന്നപ്പോഴും ദൈവം പറയുന്നു ഓക്കെ. അപ്പൊ അബ്രഹാം പറയുന്നു അയ്യോ കർത്താവേ 10 പേരുണ്ടെങ്കിലോ? അബ്രഹാം പറയുന്നു ഓക്കെ. അപ്പം അബ്രഹാം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ സോദോം ഗോമോറ നശിച്ചതിന്റെ കാരണം അബ്രഹാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. അബ്രഹാം ബാക്കിയും കൂടെ പറഞ്ഞിരുന്നാലോ, കർത്താവേ അവിടെ ഒരു 5 പേര് ഉണ്ടെങ്കിൽ, അല്ല കർത്താവേ എൻ്റെ സഹോദരൻ ലോത്തും കുടുംബം അവിടെ ഉണ്ടല്ലോ, ഇപ്പൊ എന്നെ ഓർത്ത് നീ അവരെ. അപ്പൊ കർത്താവ് പറയും ഓക്കെ 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 ഓക്കെ, ലോത്തുണ്ടല്ലോ. പക്ഷെ ഈ 10 ദൈവത്തിന്റെ ഗുഡ്നെസ് ആൻഡ് മേഴ്സിയിലേക്ക് പോകാൻ അബ്രഹാമിന്റെ മാക്സിമം ആയിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം ദൈവത്തെ കാണാൻ പറ്റുന്നു, എത്രമാത്രം ദൈവത്തിന്റെ നന്മയെ കാണാൻ പറ്റുന്നു, നിങ്ങൾ എത്രമാത്രം ദൈവം നന്മയുള്ളവനാണ്, ദൈവം എത്രമാത്രം ക്ഷമാശീലനാണ്, ദൈവം എത്രമാത്രം ആർദ്രഹൃദയനാണ്, ദൈവം എത്രമാത്രം ക്ഷമിക്കുന്നവനാണ്. അപ്പൊ ദൈവത്തിന്റെ ക്ഷമയുടെ ആഴം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ഇത് നിങ്ങൾക്ക് എത്ര അറിയാം, അത്ര അധികമാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് പൗലൂസ് ലീഹ എഫേസ്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത്, സകല വിശുദ്ധന്മാരോടും കൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ഉയരം, ആഴം എന്നിവ ഗ്രഹിച്ചറിയുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം പലരും ആരാഞ്ഞു നോക്കിയിട്ടുണ്ട്, പലരും നോക്കിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ക്ഷമയുടെ, ദൈവത്തിന്റെ സഹിഷ്ണുതയുടെ ആഴമളക്കുകയാണ്, അതിന്റെ തോതളക്കുകയാണ്. അബ്രഹാം അതിന്റെ അറ്റം ചെയ്യാണ്. അബ്രഹാം പറയാണ് കർത്താവേ 50 പേര് അവിടെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. 40 അപ്പൊ ഓക്കെ, 35 ഓക്കെ, 30 ഓക്കെ, 20 ഓക്കെ, 10 ഓക്കെ. There Abraham stopped, not God. അബ്രഹാം ദൈവത്തോട് അല്ല, ദൈവം അബ്രഹാമിനോടല്ല, അബ്രഹാമെ ഇനി ചോദിക്കരുത് കേട്ടോ, നിർത്തിയേക്കണം. നോ 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 നോ, ദൈവം അങ്ങനെ പറഞ്ഞില്ല. ഗോഡ് വാസ് വെയിറ്റിംഗ് there. പ്രാർത്ഥന നിർത്തരുത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇങ്ങനെ പാടുന്നത്, നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനകൾ. മനസ്സിലായോ? പ്രാർത്ഥന നിർത്തരുത്. അബ്രഹാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു തീ വീഴുന്നെങ്കിൽ മറ്റെവിടെയോ ആരോ പ്രാർത്ഥന നിർത്തി. Somebody ceased praying. ആരോ പ്രാർത്ഥന നിർത്തി. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രാർത്ഥന? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപം പോലെ ഉയരുന്നു എന്നാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. ധൂപകലശം, ധൂപാർപ്പണം പോലെ പ്രാർത്ഥനകൾ ഉയരുകയാണ്. അപ്പൊ അബ്രഹാമിന്റെ പ്രാർത്ഥന നിന്നുപോയി. കാരണം അബ്രഹാമിന് ദൈവത്തെ അറിയാൻ പറ്റിയതിനൊരു പരിധി ഉണ്ടായിരുന്നു. അബ്രഹാമിന് ദൈവത്തെ അളക്കാൻ പറ്റിയ അളവിനൊരു പരിധി ഉണ്ടായിരുന്നു. 10 പേരെ വരെ അബ്രഹാം ചോദിച്ചു, അത്രയും വരെ താത്തു കൊണ്ടുവന്നു. പിന്നെ ഇനി എങ്ങനെയാ ചോദിക്കുന്നേ? ഇപ്പൊ നമ്മളൊരു വണ്ടി മേടിക്കാൻ പോയി, വില കുറച്ച് 2 ലക്ഷത്തിന് തരാമോ, 1.5 ലക്ഷത്തിന് തരാമോ, 1.25 ലക്ഷത്തിന് അത് ഉറപ്പിച്ച് പിന്നെ എങ്ങനെ ചുമ്മാ തരാമെന്ന് എങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ നമുക്കും ഒരു അഭിമാനമൊക്കെ ഇല്ലേ? ആ അഭിമാന ബോധമാണ് അബ്രഹാമിനെ അവിടെ നിർത്താൻ പ്രേരിപ്പിച്ചത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും
ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ആ അഭിമാനം, ആ ആത്മബോധം, ആ അഹന്ത. ആ അഭിമാനമില്ലാതെ പ്രാർത്ഥിച്ച ഒരാളുണ്ട്. ആരാന്നറിയാമോ? ആ അഭിമാനമില്ലാതെ പ്രാർത്ഥിച്ച അബ്രഹാമിന്റെ പ്രാർത്ഥന, ഐ ഡോണ്ട് വാണ്ട് എബ്രഹാംസ് പ്രയർ. അവൻ കുറച്ചൊക്കെ പറഞ്ഞു, കുറച്ചൊക്കെ ഡീസന്റ് ആവും, കുറച്ച് പറയാം ഓക്കെ ഓക്കെ ഓക്കെ, ആഴ്ചയിൽ 10 സിഗരറ്റ് വരെ വലിക്കുന്നുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണേ എന്നൊക്കെ ആ രീതിയിൽ. മനസ്സിലായി. നമ്മുടെ കേരളത്തിൽ പെന്തക്കോസ്ത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. മര്യാദ പാവികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും ഡീസന്റ് ആയിട്ട്. എന്തൊക്കെ ചെയ്താലും ഗോപ്യമായിട്ട് ചെയ്യണം. സിനിമ കണ്ട കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടറെ കാണാം, പക്ഷേ തിയേറ്ററിൽ പോയി കാണത്തില്ല. എന്നോടൊരു പെന്തക്കോസ്തുകാരൻ പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിനിമ കണ്ട കുഴപ്പമില്ല, TV കാണുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെയൊക്കെയുള്ള നാട്യങ്ങളാണ് പലർക്കും ഇഷ്ടം. പക്ഷേ ഒരു നാട്യങ്ങളും ഇല്ലാതെ അബ്രഹാമിന്റെ സ്റ്റൈൽ ഓഫ് പ്രയർ അല്ല. എന്നാലും ദൈവം അബ്രഹാമിന്റെ മനസ്സ് കാണണമായിരുന്നു. ജിജി അബ്രഹാം, യെസ്, ദൈവം അബ്രഹാമിന്റെ മനസ്സ് കണ്ടു ജിജി അബ്രഹാം. പക്ഷെ നമ്മൾ അബ്രഹാമിനെ അല്ല നോക്കുന്നു. നോക്കിക്കേ, നിങ്ങൾ ആ ഗോകുൽഥാ മലയിലോട്ട് നോക്ക്. ആ കുരിശെ കടന്നിട്ട് യേശു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, തനി തെമ്മാടിത്തരമാണ്. പച്ചയ്ക്കൊരു മനുഷ്യനെ കുരിശിച്ചോണ്ടിരിക്കുകയാണ്. അത്രയൊന്നും കുഴപ്പം സോതോംകാർ ചെയ്തില്ലല്ലോ. ഇത് ക്രൈം ഈസ് ടേക്കിംഗ് പ്ലേസ്. ആ ഓൺ ദ സ്പോട്ടിൽ ക്രിമിനൽ കുറ്റം നടന്നുകൊണ്ടിരിക്കുക. കുരിശിച്ച് പച്ച മാംസത്തിൽ നിന്ന് ഇറച്ചിയെന്ന് രക്തം വീണോണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വിധേയപ്പെട്ട ആളാണ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഇവരോട് ചെയ്യണം. അപ്പൊ അബ്രഹാമിന്റെ ഈ ഇന്റർസെഷൻ ഉണ്ടല്ലോ, അബ്രഹാമിന്റെ ഇന്റർസെഷനേക്കാൾ എത്ര ശ്രേഷ്ഠമായ ഇന്റർസെഷനാണ് യേശു കർത്താവിന്റെ ഇന്റർസെഷൻ. നോക്കിക്കേ, യേശു പ്രാർത്ഥിക്കുന്നേ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. നമ്മുടെ യാതൊരു മെറിറ്റും നോക്കാതെ നമ്മളോട് ക്ഷമിക്കുന്ന ദൈവസ്നേഹം. അങ്ങനെ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് കരുതിയാണ് ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ നിന്നത്. പക്ഷേ അബ്രഹാമിന്റെ ഉള്ളിലെ മനുഷ്യൻ, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ അജ്ഞത, ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ അറിവിന്റെ പരിമിതി, ദൈവത്തെ അവൻ അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീളം, വീതി, ഉയരം, ആഴം 4 അളവാ പറയുന്നത്. സാധാരണ ഒരു സാധനത്തിന് നീളവും വീതി ഉയരം അല്ലേ ഉള്ളൂ. അപ്പൊ ഗോഡ്സ് ലവ് ദാറ്റ് ഈസ് 4 ഡയമെൻഷണൽ. 4 ഡയമെൻഷനാ പൗലോസ് പറയുന്നത്. നിങ്ങൾ അത് അബദ്ധം പറ്റുന്നല്ല. 4 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ദ ഹോൾ യൂണിവേഴ്സിനെ എന്ത് ചെയ്യാണ്, എൻകംപാസ് ചെയ്യാണ്. ഇറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. ഇറ്റ്സ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അപ്പം ഇതിനെല്ലാം അപ്പുറത്തുള്ളതാണ് ദൈവസ്നേഹം. അത് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്തുള്ളതാണ്, ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തുള്ളത്. വി കനോട്ട് ഈവൻ ഇമാജിൻ. സതമമശിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം, ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം ചെയ്യുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ പാടുമ്പോൾ മനസ്സിലാക്കണം, നോ വൺ ക്യാൻ ഈവൻ ഇമാജിൻ. അപ്പൊ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ആ സ്നേഹത്തെ എഫേസ്യസിലുള്ളവർ ഗ്രഹിക്കേണ്ടതിനാണ് പൗലൂസ് പ്രാർത്ഥിക്കുന്നത്. ആ സ്നേഹം കാൽവരി ക്രൂശിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. ബാക്കിയെല്ലാം പരിധിയുണ്ട്. അബ്രഹാമിന്റെ സ്വന്തം സഹോദരന് ഒരിക്കൽ ഈ ലോത്ത് വലിയൊരു കുഴപ്പത്തിൽപ്പെട്ടപ്പം 318 അഭ്യാസികളുമായിട്ട് പോയി 4 രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ലോത്തിനെയൊക്കെ വിടുവിച്ചു. അത്രമാത്രം ലോത്തിനെ സ്നേഹിക്കുന്ന ആളാണ് അബ്രഹാം. എന്നിട്ട് പോലും ആ ലോത്തിന്റെ ആ സിറ്റിക്ക് വേണ്ടി ഒരു പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥിച്ച് 10 കൊണ്ട് നിർത്തി. ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവര് വസിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കൊറോണ വൈറസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇമെയിലിൽ കൂടെ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ കൂടെ ഒരു ആശംസ അയക്കും. നേരിട്ട് പോകുന്ന കുറച്ചു പേരെ സ്നേഹം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ സമയത്താണ് നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ, പക്ഷപാത പ്രാർത്ഥനയുടെ ഒരു ടെക്സ്റ്റ് യാദൃശ്ചികമായിട്ടായിരിക്കില്ല ഈ സമയത്ത് നമുക്ക് വന്നിരിക്കും. ഇപ്പൊ ഒരു സിറ്റിക്ക് വരുന്ന ഒരു ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ഒന്നാമത്തെ ടെക്സ്റ്റ്. രണ്ടാമത്തെ ടെക്സ്റ്റ് എന്താണെന്ന്
നോക്കാം. ഉൽപ്പത്തി പുസ്തകം 18. രണ്ടാമത്തത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:11 മുതൽ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അബിയേസ്രിയനായ യോവാശിന്റെ കരിവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഈ ദ ഹോൾ ബൈബിളിലെ ഒരു 100 ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന തോരണ ഇതാണ്. ഞാൻ സെലക്ട് ചെയ്യും. കാരണം നിങ്ങൾ ഓർക്ക്, ഈ മിദ്യാന്യര് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മിദ്യാന്യരുടെ ഭയന്നാണ് ഇവർ നിൽക്കുന്നത്. മിദ്യാന്യരുടെ പരിപാടി ഇസ്രായേലിന്റെ കൃഷി വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഇവന്മാർ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് പെന്തക്കോസ്ത് പ്രവാചകന്മാരുടെയൊക്കെ ടെർമിനോളജിയിൽ മിദ്യാന്യ പോരെന്നാണ് അതിന് പറയുന്നത്. ശമ്പളം കിട്ടാതെയൊക്കെ വരുമ്പം അതിന് അവർ പറയുന്നത് മിദ്യാന്യ പോരെന്നാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, പെന്തക്കോസ് നോൺ പെന്തക്കോസ്റ്റൽസിന്റെ അറിവിലേക്കാണ്. അപ്പോൾ ഒരു മിദ്യാന്യ പോരാണ്. ഗൾഫിലൊക്കെ ശമ്പളം കിട്ടാതിരിക്കുന്നവർ മനസ്സിലാക്കിക്കോണം, നിങ്ങൾക്ക് അടിച്ചിരിക്കുന്നത് മിദ്യാന്യ പോരാണ്. അപ്പൊ ഈ മിദ്യാന്യ പോരാണ്. അപ്പൊ ഈ ഗോതമ്പിന്റെ കൊയ്ത്താണ്. ഇവർ വന്ന് ഗോതമ്പ് മോഷ്ടിച്ചുകൊണ്ട് പോകും, തീ വെച്ച് കളയും. അങ്ങനെ ആർക്കും തന്നെ വിളവില്ല. മിദ്യാന്യര് കാണാതെ എവിടെ നിന്നോ കുറച്ച് ഗോതമ്പ് കൊയ്തെടുത്തിട്ട് ഗോതമ്പ് കളത്തിൽ നിന്ന് മെതിച്ചാൽ മിദ്യാന്യര് കാണും. കാരണം അവർ സെർച്ച് ചെയ്യുന്ന ആ സമയത്താണ്. മുന്തിരിയുടെ കൊയ്ത്ത് ആ സമയത്തല്ല. ഇസ്രായേലിൽ പല കൊയ്ത്തുണ്ട്. യവത്തിന്റെ കൊയ്ത്ത്, ഗോതമ്പിന്റെ കൊയ്ത്ത്, ഒലിവിന്റെ കൊയ്ത്ത്, മുന്തിരിയുടെ കൊയ്ത്ത്, ഇങ്ങനെ കൊയ്ത്ത് വരുന്നത്. അപ്പം മുന്തിരിച്ചക്കിന്റെ അടുത്ത്, അപ്പം മുന്തിരിക്കൊയ്ത്തിന്റെ സമയമല്ല. അതുകൊണ്ട് ആരും മിദ്യാന്യരും ആരും തന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അത് ഏറെക്കുറെ വിജനമാണ്. അൺനോട്ടീസ്ഡ് ആയിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കാൻ പറ്റുന്നതിന് മുന്തിരിച്ചക്കിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഒരു മനുഷ്യനും അവിടെ പോയി തപ്പത്തില്ല. ഭയങ്കര കൗശലക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിച്ചു തൂറനാണെന്ന് വേണേ നാട്ടുഭാഷ പറയാം. പക്ഷെ പേടി എന്ന് പറയുമ്പോൾ അത് ബുദ്ധിയും കൂടെയാണ്. നമ്മളിപ്പം കടിക്കാൻ വരുന്ന പട്ടിയുടെ നേരെ എടുത്തി ആടി ചെല്ലുന്ന ധീരതയൊന്നുമല്ല, ഫൂളിഷ്നെസ് ആണ്. അപ്പം വയസ്സായിട്ട് പെരുമാറുന്ന ചില ആളുകളെ ആളുകൾ ഭീരുക്കൾ എന്നൊക്കെ വിളിക്കും. ഇപ്പൊ ധീരത കാണിച്ച് വെറുതെ അബദ്ധത്തിൽ പെടണ്ട. അപ്പൊ ഗിദെയോൻ എന്ത് ചെയ്തു? മിദ്യാന്യര് കാണണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട, ഗോതമ്പുമായിട്ട് മുന്തിരിത്തോട്ടത്തിന്റെ അപ്പുറത്ത് ആ ചക്കിന്റെ മറയിൽ പോയി നിന്നു. അപ്പൊ അവന്റെ മനസ്സിലൊരു ചിന്തയുള്ളൂ, ഈ ഗോതമ്പ് ആരും കാണത്തില്ല, ആരും കാണാതെ ഇത് മെതിച്ച് പയ്യെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഗിദെയോനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ നാട്ടിൽ ഒരു ഗിദെയോൻ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ പൊങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളിലൊന്നും എടുത്ത് ചാടാതെ, അധികം കുഴപ്പങ്ങളിലൊന്നും പെടാതെ, വലിയ പ്രശ്നം അവനവന്റെ കാര്യം നോക്കി ഉണ്ടല്ലോ, അങ്ങനെ പോകുന്ന ഒരാളാണ്. ഗോതമ്പ് കളത്തിലാണ് വിഷയം നടക്കുന്നെങ്കിൽ പുള്ളി മുന്തിരിച്ചക്കിന്റെ അവിടെ കാണും. മുന്തിരിച്ചക്കിന്റെ എവിടെയാണ് പ്രശ്നം നടക്കുന്നെങ്കിൽ പുള്ളി കൃത്യം ഒലിവ് തോട്ടത്തിന്റെ അവിടെ കാണും. ഒലിവ് തോട്ടത്തിലാണ് വിഷയം നടക്കുന്നെങ്കിൽ പുള്ളി യവത്തിന്റെ അവിടെ കാണും. യവത്തിന്റെ അവിടെ പ്രശ്നമാണെങ്കിൽ പുള്ളി കൃത്യം ഗോതമ്പ് കടത്തിന്റെ നടുക്ക് പോയി നിൽക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗിദെയോൻ. പെട്ടെന്ന് അവിടെ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഗിദെയോൻ പേടിച്ചു, വല്ല മിദ്യാന്യനും ആണോ എന്ന് നോക്കുകയെ ഈ ദൂതൻ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ. എന്താ വിളിക്കുന്നവനെ? ഓ മൈറ്റി വാരിയർ. ആരെയാ വിളിക്കുന്നത്? നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ചിരിക്കാൻ വല്ലതും വേണോ? മിദ്യാന്യരെ പേടിച്ച് ഗോതമ്പ് ഒളിച്ചു നിന്ന് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് ദൈവത്തിന്റെ ദൂതൻ, പുത്രൻ തമ്പുരാന്റെ പ്രത്യക്ഷതയാണ് അവിടെ. പുത്രൻ തമ്പുരാൻ വന്ന് വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ. ക്രിസ്റ്റോഫനി
പുത്രൻ തമ്പുരാനാണ് ഈ ഗിദെയോന് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ വന്നിട്ട് പറയണം, അല്ലയോ പരാക്രമശാലിയെ. എന്തൊരു വന്ദനം. മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. മറിയം പരിഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം. ഇപ്പൊ ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങളെ കാണുന്ന പോലെയല്ല, നാട്ടുകാർ നിങ്ങളെ കാണുന്ന പോലെയല്ല, വീട്ടുകാർ നിങ്ങളെ കാണുന്നത് പോലെയല്ല, നിങ്ങളുടെ സഭയിലുള്ളവർ നിങ്ങളെ കാണുന്നത് പോലെയല്ല, ഈ ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് പോലെയോ മാർക്കിടുന്നത് പോലെയോ അല്ല ദൈവം നിങ്ങളെ കാണുന്നത്. ദൈവം നിങ്ങളെ വിളിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ദൈവം വിളിക്കുന്ന എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. ദൈവം നിങ്ങളോട് വിളിക്കും. എങ്ങനെ ദൈവം വിളിക്കുമെന്നറിയാമോ? ഓമന പേർ ചൊല്ലി വിളിക്കും. എന്നിട്ട് ദൈവം നിങ്ങളോട് പറയും, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്, ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു നാളും മാറിപ്പോവുകയില്ല. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അതൊരിക്കലും മാറിപ്പോവുകയില്ല. ഇങ്ങനെ ദൈവം അങ്ങ് പറയാൻ തുടങ്ങും. ആരെ നോക്കിയാ വിളിക്കുന്നേ? ഈ ഭീരുവായിരിക്കുന്ന, ഈ പേടിത്തൊണ്ടനായിരിക്കുന്ന ഗിദെയോനെ നോക്കി വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ. അപ്പൊ ദൈവം എപ്പോഴും എൻകറേജ് ചെയ്യുകയാണ്, അല്ലാതെ ആരെയും പുട്ട് ഡൗൺ ചെയ്യുന്നില്ല, ആരെയും നിരാശ. ഇപ്പൊ പേടിച്ചിരിക്കും നമ്മളാണ് ചെന്ന് പേടിച്ചു തൂറൻ പേടിച്ച് നിൽക്കുകയാണ്. നമ്മളാ ഗിദെയോനെ ചെന്ന് വിളിക്കുന്നെങ്കിൽ ഇവിടെ പമ്മി നിൽക്കുകയാണോ, കൊള്ളാമല്ലോ, അങ്ങനെ ഒരു ഡയലോഗായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ആരെ താഴ്ത്തി കളയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുന്നില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയുന്നില്ല. ചതഞ്ഞ ഓട എന്ന് പറഞ്ഞാൽ ഈ മുളന്തണ്ടാണ്. ഈ മുളന്തണ്ട് ഒരെണ്ണം ചതഞ്ഞു കഴിഞ്ഞാൽ എന്തിനു കൊള്ളാം? നോ യൂസ്. പക്ഷെ ആ ചതഞ്ഞ ഓടത്തണ്ട് അതിനെ ദൈവം കളയത്തില്ല. പുകയുന്ന തിരി, കരിന്തിരി കത്തുന്ന ആരും വെക്കത്തില്ല, പെട്ടെന്ന് മുറിച്ച് കളയും. പക്ഷെ കരിന്തിരി കത്തിയാലും നിന്റെ ലൈഫ് കരിന്തിരി കത്തുന്ന അനുഭവത്തിലാണെങ്കിലും മുളന്തണ്ട് ചതഞ്ഞ അനുഭവത്തിലാണെങ്കിലും ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല, തിരസ്കരിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. മറിച്ച് ദൈവം ഗിദെയോനെ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, ഓ മൈറ്റി വാരിയർ. നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ലോർഡ് ഈസ് വിത്ത് യു. അപ്പൊ ഗിദെയോൻ, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്ന എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇതൊരു കണ്ടംപററി ക്വസ്റ്റ്യനാണ്. പൂർവിക കാലങ്ങളിലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ? ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ? ദൈവത്തിന്റെ പ്രസൻസ് എവിടെ? ദൈവത്തിന്റെ പ്രവചനങ്ങൾ എവിടെ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എവിടെ? ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി എവിടെ? ഒത്തിരി ആളുകൾ ഇന്നിപ്പം ലോകം പരിഹാസത്തോടെ ചോദിക്കുന്നു ഈശ്വര വിശ്വാസികളെ നോക്കി. പണ്ടത്തെ പോലെ ദൈവങ്ങൾ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നില്ലേ? പണ്ടത്തേതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഓഫ് സീസൺ, ദൈവ പ്രസൻസിന്റെ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ഓഫ് സീസണിലൂടെ പോവാണ് ഗിദെയോൻ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും ഓൺ ആൻഡ് ഓഫ് സീസൺസ് ഉണ്ട്. അപ്പൊ ഒരു ഓഫ് സീസണിൽ കൂടെ പോവാണ് ഗിദെയോൻ. അപ്പൊ ന്യായമായ സംശയമാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഞാനൊരു ഈശ്വര നിഷേധിയൊന്നുമല്ല. ഞാൻ പിതാക്കന്മാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, പിതാക്കന്മാരെ കൊണ്ടുവന്നു എന്നും അത്ഭുതങ്ങൾ ചെയ്തു എന്നും. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ എന്തുകൊണ്ട് ഒരു അത്ഭുതവും നടക്കുന്നില്ല? എന്റെ ചോദ്യമല്ല കേട്ടോ, ഗിദെയോൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും അത്ഭുതങ്ങൾ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെയാണ് കർത്താവ്? ഇപ്പോൾ ഈ ഗതി വന്നല്ലോ. എല്ലാം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു, എല്ലാം കൊള്ളയടിക്കപ്പെട്ടു, എല്ലാവരും ഭയത്തിലാണ്, പലരും കൊല്ലപ്പെട്ടു, പലരും പിടിക്കപ്പെട്ടു, ഞങ്ങളൊരു ശേഷിപ്പ് മാത്രമുണ്ട്. ഈ ഗതി ദൈവജനത്തിന് വന്നല്ലോ. അപ്പോ യഹോവ അവനെ നോക്കി. ഈ 14 വാക്യം നിങ്ങൾ നോക്കുക. ദൂതൻ വന്നു എന്നാണ് മുകളിൽ കാണുന്നത്. 14 വാക്യത്തിൽ വരുമ്പോൾ അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പൊ വന്ന ദൂതൻ യഹോവയാണ്.
അതാ ഞാൻ പറഞ്ഞ പുത്രൻ തമ്പുരാന്റെ പ്രത്യക്ഷതയാണ്. പുത്രൻ തമ്പുരാനാണ് ഈ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടത്. ക്രിസ്റ്റോഫനി എന്നാണ് തിയോളജിക്കലി പറയുന്നത്. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോവുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. നീ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും. സോ യു ആർ ദ സേവിയർ. നീ രക്ഷിക്കും, ബിക്കോസ് ഞാനാണ് നിന്നെ അയക്കുന്നത്. അപ്പൊ ഞാൻ രക്ഷിക്കും, നിന്നിലൂടെ രക്ഷിക്കും, അങ്ങനെയൊന്നുമല്ല. ഇതാണ് ഈ പെന്തക്കോസ്റ്റൽ ബൈബിൾ സ്റ്റഡിയുടെ ഒരു കുഴപ്പമാണ്. പെന്തക്കോസ്റ്റൽ ബൈബിൾ സ്റ്റഡിയിൽ അവർ ദൈവത്തിന് മാത്രമേ മഹത്വം കൊടുക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ തന്റെ മഹത്വം എപ്പോഴും മനുഷ്യരോട് ഷെയർ ചെയ്യുക. ഗിദെയോൻ പറയും, ഞാൻ നിന്നെ അയക്കുകയാണ്, നീ അവരെ രക്ഷിക്കും, ബിക്കോസ് ഐ ആം സെൻഡിങ് യു, ഞാനാണ് നിന്നെ അയക്കുന്നത്. അപ്പൊ അതാണ് ആ ഭാഗം. ഇപ്പൊ ജനത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ മൂന്നാമത്തെ തിങ്കളാഴ്ചയുടെ ധ്യാനം പ്രധാനമായും തകർച്ചയിലിരിക്കുന്ന ഒരു ജനം, പാപത്തിലിരിക്കുന്ന ഒരു ജനം. ആദ്യം നമ്മൾ കണ്ടത് പാപത്തിലിരിക്കുന്ന ഒരു ജനത്തെയാണ്, സോദോമിൽ. അവിടെ അബ്രഹാം ആയിരുന്നു രക്ഷിക്കേണ്ടത്. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെയിൽഡ് ആയിപ്പോയി, അവന്റെ പ്രാർത്ഥന നിന്നുപോയി. പക്ഷെ ഇവിടെ ഗിദെയോനായിട്ട് അറ്റംപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ദൈവം വന്ന് ഗിദെയോനോട് പറയാണ്, നീ പോവുക, നിനക്ക് ഈ ജനത്തെ രക്ഷിക്കാൻ പറ്റും. ഒന്ന് പാപത്തിൽ ഇരിക്കുന്ന ഒരു ജനം, രണ്ട് ഒപ്രഷനിൽ ഇരിക്കുന്ന ഒരു ജനമാണ്. മൂന്നാമത് വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. 67 സങ്കീർത്തനം. നമ്മൾ ഈ വായനാഭാഗങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ വായനാഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചു തന്ന പുണ്യപിതാക്കന്മാരെ അനുസ്മരിക്കുക. അവരെത്രയോ പ്രാർത്ഥിച്ചാണ് ഈ ഓരോ ദിവസത്തെ ഇങ്ങനെ ഈ വായനാ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് കിട്ടുന്നുണ്ട്, ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഗോസ് ടു ദോസ് ഹോളി ഫാദേഴ്സ്. അവരാണ് നമുക്ക് ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കും. 67 സങ്കീർത്തനം 1 മുതൽ, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ്സ് അമേസിങ് വണ്ടർഫുൾ സാം. എവരി ഡേ നിങ്ങൾക്ക് റിസൈറ്റ് ചെയ്യാൻ പറ്റിയ 7 വാക്യങ്ങളാണ് ഈ 67 സങ്കീർത്തനം. 67 സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് പെർഫെക്റ്റ് ഒരു എന്താണ് പറയുന്നത്, ബ്ലെസ്സിങ്സ് മാത്രമാണ് അതിനകത്ത്. എത്ര നല്ലതാണ് അത്. എപ്പോഴും നമുക്ക് റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ഈ പോസിറ്റീവ് കൺഫെഷൻ എന്നൊക്കെ പറയുമല്ലോ, ആ കാറ്റഗറി പെടുത്താവുന്ന ഒരു സങ്കീർത്തനമാണ്. അത് ഇവിടെ പറയുകയാണ്. ആ സങ്കീർത്തനത്തിൽ മുഴുവൻ പറയുന്നത്, ജാതികൾ നിന്നെ സ്തുതിക്കും, നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന്. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ. ഇപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ച് എക്സ്ക്ലൂസീവിസമാണ് നമ്മൾ പലപ്പോഴും ആരോപിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം വന്നിരിക്കുകയാണ്. സകല ജാതികളും നിന്റെ രക്ഷ അറിയും, സകല ഭൂമിയിൽ നിന്റെ വഴി വെളിപ്പെടും. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് മുഴു ലോകത്തിനു വേണ്ടിയുമുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ ആദ്യം വായിച്ച ഭാഗം പാപത്തിലിരിക്കുന്ന സൊദോമിലെയും ഗൊമോറയിലെയും ജനങ്ങളാണ്. പക്ഷെ അവിടെ അല്പം സ്വാർത്ഥതയുണ്ട്. അബ്രഹാമിന്റെ സഹോദര കുടുംബം, സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരപുത്രൻ, പൗത്രൻ ആണ്. പക്ഷെ വിശാലാർത്ഥത്തിൽ ബൈബിളിൽ ഈ ലോത്തിനെയും സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സഹോദരൻ എന്ന് കണ്ടാൽ ഉടനെ അത് നേർ സഹോദരനാന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ 67 സങ്കീർത്തനം മുഴു ലോകത്തിനു വേണ്ടിയുമുള്ള ഒരു പ്ലീഡിംഗ് ആണ്. മുഴു ലോകത്തിനു വേണ്ടിയും ഉള്ള ഒരു പ്ലീഡിംഗ് ആണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത്, ദൈവമേ, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഷുബു ജേക്കബ് എഴുതിയ ഒരു
ഒരു ഗീതം എഴുതിയിട്ടുണ്ട്. നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ തൻ അല്ലേ, ആ പാട്ടല്ലേ? വേറൊരു വേർഷൻ എഴുതിയിരിക്കുന്നത് ഷാജി സാമുവൽ. അപ്പം നമ്മൾ സങ്കീർത്തനങ്ങൾ 1 മുതൽ 7 വരെ, ഈ സങ്കീർത്തനം ഈ നോയമ്പിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ റിസൈറ്റ് ചെയ്യാൻ നല്ല സങ്കീർത്തനമാണ്. ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദിസ് സോങ്. ഐ റെക്കമെൻഡ് ടു ഡു ദാറ്റ്. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 1 മുതൽ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലുസ് കുറെ വിറവ് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്ന കണ്ടപ്പോൾ ബർബരന്മാർ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ തന്നെ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവത അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ട് മനസ്സ് മാറിയിട്ട് അവനൊരു ദേവൻ എന്ന് അവർ പറഞ്ഞു. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലൂസ് അവന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. ഇത് അവരെല്ലാം കണ്ടു. ധാരാളം സമ്മാനങ്ങൾ ഒക്കെ കൊടുത്ത് അവരെ യാത്രയാക്കി. ഇപ്പൊ പൗലൂസ് ബർബരന്മാരായ ആളുകൾ വസിക്കുന്ന ഒരു ദ്വീപിൽ ചെല്ലും. നമുക്ക് വളരെ പരിചയമുള്ളതാണ്. പൗലൂസിന്റെ കപ്പൽ യാത്രയിൽ വലിയ പ്രതികൂലം, കൊടുങ്കാറ്റ് നേരിട്ടു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാതെ 14 രാവും പകലും അവർ കടലിൽ കഷ്ടപ്പെട്ടു. രക്ഷപ്പെടും എന്നുള്ള ആശ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട ആ ഒരു യാത്രയിൽ പൗലൂസിനോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് രാത്രിയിൽ സംസാരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. നിങ്ങളിൽ ആർക്കും ഒരു ദോഷവും വരികയില്ലെന്ന് പൗലൂസ് അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അപ്പം എത്ര വലിയ പ്രതികൂല കാറ്റടിച്ചാലും സൂര്യൻ മറഞ്ഞുപോയെന്ന് എഴുതിയിരിക്കുന്നു. ചന്ദ്രൻ മറഞ്ഞുപോയി, നക്ഷത്രങ്ങൾ മറഞ്ഞുപോയി, വഴികാട്ടികളെല്ലാം അപ്രത്യക്ഷരായി, മാർഗനിർദ്ദേശം ഒന്നുമില്ല. ആരോട് ചോദിക്കണം, എവിടെ പോകണം, എന്താണ് വഴി? ഒരു വഴിയും കാണുന്നില്ല. കാറ്റിന്റെ ഹുങ്കാര ശബ്ദവും കനത്ത ഇരുട്ടും തിരമാലകളുടെ ആരവവും ഹതാശരായ 285 ആളുകളുടെ പ്രാണരക്ഷാർത്ഥമുള്ള നിലവിളിയും, ഭീകരമായ അന്തരീക്ഷം 14 ദിവസം. നിങ്ങളത് ഇമാജിൻ ചെയ്യും. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അത്ര ഭീകരമാണ്. നിങ്ങൾ ആ പൗലൂസ് സഞ്ചരിക്കുന്ന കപ്പലെ നോക്കി. 285 പേരാണ് ആ കപ്പലിലുള്ളത്. അതിൽ കൂടുതൽ ആളുകളും വധശിക്ഷ കൊടുക്കാൻ വേണ്ടി റോമിലേക്ക് കൊണ്ടുപോകുന്ന കൊടും കുറ്റവാളികളും ബാക്കി പട്ടാളക്കാരുമാണ്. ദൈവത്തിന്റെ ഫേവർ ഇറങ്ങാൻ പറ്റിയ ഒരു സാധ്യത അവിടെയില്ല. മനസ്സിലായോ? നിങ്ങളെല്ലാം കൂടെ ഒരു വിമാനത്തെ പോവാണ്. മുഴുവൻ ക്രിമിനൽസും പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സും മഹാമ്ലേച്ഛരായ ആളുകളും എല്ലാമാണ് ഈ വിമാനത്തെ ഉള്ളത്. നിങ്ങളും ആ വിമാനത്തെ കയറി. ആ വിമാനത്തിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും നോക്കൂ. നമ്മൾ മനസ്സിലായി. കാരണം ദൈവം ഫേവർ കാണിക്കാൻ ഒന്നും അതിനകത്തില്ല. ഒരു ഗുണമുള്ളവരെ അവിടെ കാണുന്നില്ല. മാനുഷികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ആ പൗലൂസിന്റെ കപ്പലിലോട്ട് നോക്കുക, ഇവിടെ ഇരുന്നോണ്ട് നോക്കുക, നിങ്ങൾക്ക് നോക്കാം. ഒരു ഫേവറും ഇല്ല. 1-ാം ദിവസം കാറ്റടിച്ചു, 2-ാം ദിവസം കാറ്റടിച്ചു, 3, 4, അവസാനം കപ്പലിന്റെ പായ പറന്നുപോയി. അവരുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു.
അത് പ്രത്യേകം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. രക്ഷപ്പെടും എന്നുള്ള ആശ പോയി. പിന്നെ കപ്പലിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കപ്പലിലെ മുഴുവൻ ചരക്കും അവരെടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. അവസാനമായിട്ട് പായ പറന്നു കഴിഞ്ഞു. കപ്പൽ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളെല്ലാം കപ്പിത്താൻ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. കാരണം ചാകാൻ പോകുന്നവൻ എന്തിനാ ഉപകരണം. അങ്ങനെ മരണം മാത്രം മുന്നിൽ കണ്ട് യാതൊരു ഹോപ്പുമില്ലാത്ത 285 സഹയാത്രിക്കാർ. അവരാരും ആത്മീകരൊന്നുമല്ല. ആത്മീകരാണെ പോലും നല്ല പ്രതികൂലം വന്നാൽ ചീത്ത വിളിക്കും. സ്വോത്രം ഒന്നും പറയത്തില്ല. ഒരു കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കുള്ള സ്വോത്രം, ഹല്ലേലൂയ, അല്ലെങ്കിൽ അൽഹംദുലില്ല, അല്ലെങ്കിൽ ഹരേ രാമ, ഇങ്ങനെ ഭക്തി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ വാക്കുകളൊന്നും വരത്തില്ല. നല്ല ചീത്തയവർ. കോട്ടയത്തൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പെന്റക്കോസ്തിൽ സീനിയർ പാസ്റ്റർ ആയിരുന്നു. ഭയങ്കര ഭക്തനായിരുന്നു. കാൽവരി ക്രൂശിനെ പറ്റി എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു. അദ്ദേഹം മരിക്കാൻ കിടന്ന സമയത്ത് നല്ല ചീത്തയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പരിധി വിട്ടോ. ഇപ്പൊ ഇവിടെ പൗലൂസ് പോകുന്ന ഈ ഷിപ്പിൽ നിങ്ങൾ നോക്കുമ്പോൾ വലിയ കാറ്റും 14 രാത്രിയും 14 പകലുമായി സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല. കപ്പലേത് നിമിഷവും തകരാം. ഒരു കാര്യമുണ്ട്, കപ്പലിൽ പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മുഴുവൻ തടവ് പുള്ളികളെ കൊല്ലണം. കാരണം കപ്പൽ തകർന്ന് ഏതെങ്കിലും ഒരുത്തൻ നീന്തി കരയ്ക്ക് രക്ഷപ്പെട്ടാൽ പ്രശ്നമാണ്. അപ്പോൾ റോമൻ പടയാളികളാണ്. അപ്പൊ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ഒരു മസാക്രി അവിടെ നടക്കാൻ പോവാണ്. ഒരു കൂട്ട നരഹത്യ ആ കപ്പലിൽ. ഇത്രയും പ്രതികൂലമുള്ള ആ കപ്പലിൽ ഒരു കൂട്ടക്കൊലപാതകം നടത്താനുള്ള ആലോചനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ തൊട്ട് കൊല്ലാൻ തുടങ്ങണം എന്നൊക്കെ പട്ടാളക്കാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ഷിപ്പിൽ ഇനി നിങ്ങൾ ചിന്തിക്കേ, അവിടെ ഒരു വിസിറ്റേഷൻ ഓഫ് ഗോഡിനുള്ള ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ നിങ്ങളുടെ മാനുഷികമായ ചിന്തയിൽ? അവിടെ ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലൂസിനോട് പറഞ്ഞു, പൗലൂസാണോ? എന്നാലും പൗലൂസ്, ഞാനാ പൗലൂസ്. ലൂക്കോസ് എന്തിയെ? ലൂക്കോസ് ഉണ്ട്. ലൂക്കോസും പൗലൂസും ഉണ്ട് ആ ഷിപ്പ്. ലൂക്കോസ് എന്തിയെ? ലൂക്കോസ് വേണ്ട, ഇരുട്ടല്ലേ. ഞാൻ 2 ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ട്, അതെ പിടിച്ചോണം, നിങ്ങളെ പൊക്കിക്കോണ്ട് പോ. അങ്ങനെയാണോ? പൗലൂസിനും ലൂക്കോസിനുമുള്ള ഓരോ ബലൂണുമായിട്ടാണോ ദൂതൻ ഇറങ്ങി വന്നത്? മഹാപാപികളായ, യാതൊരു ഹോപ്പുമില്ലാത്ത, ലോകത്തിലെ സകല തെമ്മാടിത്തരങ്ങളും കാണിച്ച ക്രിമിനൽസും. പട്ടാളക്കാരെന്ന് പറഞ്ഞാലും പോലീസുകാരെന്ന് പറഞ്ഞാലും ഒക്കെ നമുക്കറിയാം അവരുടെ മോറൽ സ്റ്റാൻഡേർഡ്. പ്രത്യേകിച്ച് 2000 വർഷം മുമ്പത്തെ പട്ടാളക്കാർ, ഒരു മോറൽ സ്റ്റാൻഡേർഡും ഇല്ലാത്ത പട്ടാളക്കാരും. അവരാ ഷിപ്പേ. അവനൊക്കെ ചാകുന്ന ചാകട്ടടാ. നോ നോ നോ. അബ്രഹാമിന് വെളിപ്പെടാത്ത ദൈവസ്നേഹം പൗലൂസ് കാണുകയാണ്. പൗലൂസിനോട് ദൂതൻ പറയാ, ഈ കപ്പലിലുള്ള മുഴുവൻ പേരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനകൾ, ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന്റെ ആ റെലവൻസ്? നിങ്ങൾക്ക് ഇരിക്കുന്നിടത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് പാടാം. ഇറ്റ് ഈസ് സോ റെലവന്റ്. ഗിദെയോനോട് പറയാണ്, നിന്നെ ഞാൻ അയക്കുന്നു, നീ അവരെ രക്ഷിക്കും. പൗലൂസിനോട് പറയാണ്, പൗലൂസെ ഈ ഷിപ്പിനെയും ഇതിലെ യാത്രക്കാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ അവരെ രക്ഷിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ പതിവ് സന്ധ്യാപ്രാർത്ഥനയ്ക്കകത്ത് സഹദേന്മാരെ ഈ ഉണ്ടോ, ലോകത്തിൽ ചുറ്റും തിരമാലകളിൽ നിന്ന് കാക്കണമെന്ന് പറഞ്ഞ് സഹദേന്മാരോടുള്ളൊരു അപേക്ഷയുണ്ട്. സന്ധ്യ നമസ്കാരമൊക്കെ ചൊല്ലുന്നവർക്കറിയാം. അപ്പൊ അതിനകത്ത് ആ പ്രാർത്ഥന വരുന്നതിന്റെ കാരണം ഇതാണ്, ഈ ഷിപ്പ് നിന്റെ കയ്യിൽ. അപ്പം 42-ാം വാക്യം നിങ്ങൾ എടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 27:42. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിപ്പാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപനോ പൗലൂസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു പ്ലോട്ട് വരെയുള്ള സമയമാണ്. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് എന്താണോ? 24-ാം വാക്യം 27-24.
പൗലൂസെ, നീ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സോദോമിനെയും ഗോമോറയെയും അബ്രഹാമിന് ദാനം ചെയ്തിരുന്നു. അബ്രഹാമിന് ആ വെളിപ്പാട് ആ ലെവൽ വരെ പോകാൻ പറ്റിയില്ല. പക്ഷേ മുഴുവൻ പേരെയും രക്ഷിക്കുന്ന ഒരു ഭാഗത്തെ വായന ഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. പരിശുദ്ധ സഭയുടെ വായനാക്രമ ക്രമീകരണത്തിന്റെ ശ്രേഷ്ഠത നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പൊ എല്ലാ ദിവസവും ഒന്നും ഞാനിങ്ങനെ പറയത്തില്ല, പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വലിയ റെവലേഷനാണ് ഈ നോയമ്പിന്റെ വായനകളിൽ ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഞാൻ സ്തംഭിച്ചു പോകാറുണ്ട് ഈ വായനാക്രമം നോക്കിയിട്ട്. എത്ര ഹൗ ബ്യൂട്ടിഫുള്ളി ഓർക്കസ്ട്രേറ്റഡ്. അതുകൊണ്ട് നമ്മുടെ ശുഭു ജേക്കബ് പറഞ്ഞ പോലെ എല്ലാ പിതാക്കന്മാരെയും നമുക്ക് ഓർക്ക ഇതൊക്കെ ക്രമീകരിച്ച് നാം ദൈവസുതന്മാരാകാൻ അല്ലാതെ ചുമ്മാ ഇവന്മാര് വേദപുസ്തകം വായിക്കുന്നതല്ലല്ലോ. മനസ്സിലായോ? വേദപുസ്തകം ക്രമീകരിച്ച സത്യസഭ വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കുക. അതാണ് സഭയുടെ പ്രത്യേകത. അതാണ് സഭ വേദപുസ്തകം വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നത്. അല്ല ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അങ്ങ് പ്രസംഗിച്ച് കാട് കയറി ഇവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തോന്നിയാസെല്ലാം വിളിച്ചു പറഞ്ഞ് അങ്ങനെയല്ലല്ലോ. എങ്ങനെ വായിക്കണമെന്ന് ബൈബിൾ ക്രമീകരിച്ചു തന്ന സഭ പറയാണ്, ഇങ്ങനെ വായിക്കണം. ആ ക്രമം പോകുന്നുണ്ടോ? അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ കാറ്റുകൾക്ക് ഒരിക്കലും സൂര്യനെ മറയ്ക്കാൻ പറ്റി, ചന്ദ്രനെ മറയ്ക്കാൻ പറ്റി, നക്ഷത്രങ്ങളെ മറയ്ക്കാൻ പറ്റി. പക്ഷെ ആ കാറ്റിന് ദൈവത്തിന്റെ മുഖത്തെ മറയ്ക്കാൻ പറ്റിയില്ല. നീ എത്ര ഇരുട്ടിലായാലും, നീ എത്ര കാറ്റിലായാലും, എത്ര കൊടുങ്കാറ്റും പിശറൻ കാറ്റും നിന്റെ മേൽ ആഞ്ഞടിച്ചാലും, കൊടുങ്കാറ്റിനൊരു ദുർഗവും എളിയവനൊരു ശരണവും പിശറൻ കാറ്റിലൊരു മറവുമായിരിക്കുന്ന ദൈവമായ കർത്താവ് നിന്റെ അരികിലേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതാണ് ദൈവത്തിന്റെ പ്രോമിസ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇപ്പം അപ്പോസ്തല പ്രവൃത്തി അടുത്ത വായനാ ഭാഗം തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ്. 1 തിമോത്തി 6:1-12 വരെ. നമ്മുടെ യജമാനന്മാരെ ബഹുമാനിക്കുക, അത്യാഗ്രഹം ഒഴിവാക്കുക, ദ്രവ്യാഗ്രഹം ഒഴിവാക്കുക, അതൊക്കെയാണ്. അല്ലയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ഈ വക കാര്യങ്ങളെ വിട്ട് ഓടിയിട്ട് എന്താണ് സീക്കിയാണ് നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും ഒക്കെ സീക്ക് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയാണ്. 1 തിമോത്തി 6 ഞാൻ വായിക്കാം. നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ഞാൻ എൻ്റെ അവസാന ഭാഗം 1 തിമോത്തി 6 നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പൊ പൗലൂസ് തിമോത്തിയോസിനെ വിളിക്കുകയാണ്. പൗലൂസ് തിമോത്തിയോസിനെ വിളിക്കുന്നത് എന്താണ്? എന്റെ മകനെ ക്രിസ്തുയേശുവിൽ ശക്തിപ്പെടുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ലേഖനം ക്ലോസ് ചെയ്യാൻ പോവാണ്. ലേഖനം ക്ലോസ് ചെയ്യാറാകുമ്പോഴേക്കും വിളിക്കുകയാണ്, ബട്ട് യു ഓ മേൻ ഓഫ് ഗോഡ്. ആ ലേഖനം വായിച്ച തിമോത്തിയോസിന്റെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത്. അതിശ്രേഷ്ഠനായ അപ്പോസ്തലൻ കത്തയക്കുകയാണ്. മനസ്സിലായോ? തിമോത്തിയോസ് എന്തൊരു എക്സൈറ്റഡ് ആയി കാണും അല്ലേ? അതിന് രോമാഞ്ച കഞ്ചുകം ഉണ്ടായി കാണും. ഇവിടെ നോക്കുക, ബട്ട് യു ഓ മേൻ ഓഫ് ഗോഡ്. നിങ്ങൾ നേരെ പുറകെ നമ്മൾ വായിച്ചേ, ഗിദെയോനെ അടുത്ത് വന്നിട്ട് പുത്രൻ തമ്പുരാൻ വിളിക്കുക, എന്നാ അല്ലയോ പരാക്രമശാലി. ഇപ്പൊ നമ്മൾ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നതിന്റെ ആ ഒരു പാറ്റേൺ, അതിനുള്ള ആ ദൈവികമായ അഭിവാദ്യം, അതിന്റെ ഒരു മാതൃക നമ്മളിവിടെ കാണുന്നത്. അവിടെ ഗിദെയോനെ വിളിക്കുക അല്ലയോ പരാക്രമശാലിയെ. ഇപ്പൊ ഇവിടെ വന്നപ്പം പൗലൂസ് തിമോത്തിയോസിനെ വിളിക്കുകയാണ്, ഓ മേൻ ഓഫ് ഗോഡ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. അപ്പൊ ഓക്കെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ എന്നെ കേട്ടതിന് നന്ദി. നിശ്ചയമായിട്ടും
ഈ ധാരാളം വാക്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ. ഇനി വായനാ ഭാഗങ്ങളിൽ വാക്യങ്ങളുണ്ട്. അത് താഴോട്ട് ചേർത്ത് വായിക്കുക. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കൊക്കെ ഉറങ്ങാനൊക്കെ കിടക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ എന്നെ കേട്ടതിന് നന്ദി. നിങ്ങൾ ഈ ഭാഗങ്ങൾ ബാക്കി ഭാഗങ്ങളും വായിക്കുക. പിന്നെ അതിന്റെ താഴോട്ട് വീണ്ടും കുറേ അധികം ഒരു പോർഷൻ കൂടെ ഉള്ളു ഇന്നത്തെ വേദ വായന ഭാഗത്തിൽ. ബാക്കി നമ്മൾ വാട്സാപ്പിൽ ഇട്ടിരിക്കുന്ന ലിസ്റ്റിൽ അടുത്ത ശനിയാഴ്ച വായിക്കേണ്ടതാണ്. 40 സഹോദരന്മാരുടെ ഓർമ്മയാണ് പെരുന്നാൾ. 40 സഹോദരന്മാരുടെ പെരുന്നാൾ മാർച്ച് 9-നാണ്. മാർച്ച് 9 ശനിയോ ഞായറോ വന്നാൽ അന്ന് ആ പെരുന്നാൾ നടത്തും. മാർച്ച് 9 ശനിയോ ഞായറോ അല്ലെങ്കിൽ മാർച്ച് 9 കഴിഞ്ഞു വരുന്ന ശനിയാഴ്ചയാണ് പെരുന്നാൾ. അതായത് ഇപ്പൊ മാർച്ച് 9 തിങ്കളാഴ്ച ആയതുകൊണ്ട് നോയമ്പിൽ വീക്ക് ഡേയ്സിൽ കുർബാന ഇല്ലാത്തതുകൊണ്ട് 40 സഹോദരന്മാരുടെ ഓർമ്മ അടുത്ത ശനിയാഴ്ച ആയിരിക്കും. അപ്പൊ നമ്മൾ 40 സഹോദരന്മാരെ കുറിച്ചുള്ള ധ്യാനം നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് ചെയ്യാം. അതായിരിക്കും നല്ലത്. സോ നിങ്ങളുടെ നോയമ്പ് അനുഗ്രഹപ്രദമായി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. പാവനമാമീ നോമ്പെങ്ങനെ നോൽക്കണമെന്ന ദർശകനാമേശായ നമ്മോടു ഘോഷിപ്പൂ. ഉൾക്കാമ്പി അന്യായത്തിൻ കെട്ടുകൾ നീക്കി പരവഞ്ചനയുടെ പാശത്തെ മുറ്റും ഛേദിക്കാൻ പാവങ്ങൾക്കപ്പം നൽകിടുക. പരദേശിക്കാശ്രയമേകിടുക. നാഥൻ നിൻ വിളി കേട്ടിടും, നിന്മേൽ കൃപ ചെയ്യും. നമ്മളില പീഡന ദിവസം ഭ്രമമേറ്റും